അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് ക്ലാസ് 1373. ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹിബ്ബാൻ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. ആയിഷ റളിയല്ലാഹു അൻഹ ഖാലത്ത്, ആയിഷ റളിയല്ലാഹു അൻഹ തൊട്ട് നിവേദനം അവിടുന്ന് പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു, ഇദാ അസ്വാബ അഹദകും ഗമ്മുൻ ഔ കർബുൻ, നിങ്ങൾ ആർക്കെങ്കിലും വല്ല മാനസിക ടെൻഷനോ മാനസികമായ പ്രയാസങ്ങളോ നേരിട്ട് കഴിഞ്ഞാൽ, ഫൽയഖുൽ, അവൻ പറഞ്ഞുകൊള്ളട്ടെ, അല്ലാഹ് അല്ലാഹു റബ്ബി ലാ ഉശ്രികു ബിഹി ഷൈആ, അല്ലാഹു അല്ലാഹു റബ്ബി ലാ ഉശ്രികു ബിഹി ഷൈആ. അല്ലാഹുവാണ് എൻ്റെ റബ്ബ്, എന്നെ പോറ്റി വളർത്തുന്നവൻ, എനിക്കെല്ലാം തരുന്നവൻ, എൻ്റെ ആരോഗ്യവും എൻ്റെ ഈമാനും എല്ലാം തന്നത് എൻ്റെ റബ്ബാണ്. ലാ ഉശ്രികു ബിഹി ഷൈആ, അവനോട് ഒന്നും തന്നെ ഞാൻ പങ്കു ചേർക്കുകയില്ല. അവൻ്റെ കമാലിയത്തിലോ ജലാലിയത്തിലോ അവൻ്റെ ഇബാദത്തിലോ ഒന്നും തന്നെ ഞാൻ പങ്കു ചേർക്കുകയില്ല. അല്ലാഹു ഏകനാണ്, ഒരുവനാണ് എന്ന ഈ ദിക്ർ ആരെങ്കിലും ചൊല്ലിയാൽ അവൻ്റെ മാനസികമായ ടെൻഷനും എല്ലാം മാറിപ്പോകുമെന്ന് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസിലൂടെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ടെൻഷൻ ചിലപ്പോൾ ചില കാരണങ്ങൾ കൊണ്ട് ടെൻഷൻ ഉള്ളവരുണ്ടാകും, കാരണം എന്തെന്നറിയാത്ത ടെൻഷൻ ഉണ്ടാകും. എന്നാൽ ഹമ്മും തമ്മിലുള്ള വ്യത്യാസം രണ്ട് നിലക്കും ഉണ്ടാവാം. ചില കാരണങ്ങളെ കൊണ്ട് ടെൻഷൻ ഉണ്ടാവും. കാരണം എന്താണെന്നറിയാം, വെറുതെ മനസ്സിന് ടെൻഷൻ ഉണ്ടാവാം. പലപ്പോഴും സ്ത്രീകളൊക്കെ പറയാറുണ്ട്, വെറുതെ ടെൻഷനാവും, എന്താണ് കാരണം എന്നറിയില്ല. അവരൊക്കെ ഈ ദിക്ർ ചൊല്ലട്ടെ. അല്ലാഹുവിൽ തവക്കുലാക്കി കൊണ്ടുള്ള ദിക്റാണ്. അല്ലാഹു അല്ലാഹു റബ്ബി ലാ ഉശ്രികു ബിഹി ഷൈആ എന്ന് മനസ്സറിഞ്ഞ് ചൊല്ലിയാൽ ആ ടെൻഷനൊക്കെ അങ്ങ് പോകുമെന്നാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. അതുകൊണ്ട് ഇത് നമ്മൾ പതിവാക്കുക, മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുക്കുക. അല്ലാഹു തആല എല്ലാ മാനസിക ടെൻഷനുകളൊന്നും പ്രയാസങ്ങളൊന്നും ഒക്കെ സലാമത്ത് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം.